HbA1c എന്ന് പറയുന്ന ടെസ്റ്റിന് പലതരത്തിലുള്ള ഗുണങ്ങളാണുള്ളത്. സാധാരണ രക്തത്തിലുള്ള ഗ്ലൂക്കോസ് ചെയ്യുന്ന പോലെ എല്ലാ ദിവസവും ചെയ്യേണ്ട, 3 മാസത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി. പ്രമേഹം വരാനുള്ള ചാൻസസ് മാത്രമല്ല, മറ്റ് പലതരത്തിലുള്ള കണ്ടീഷൻസ് വരാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലേ എന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ A1c അല്ലെങ്കിൽ HbA1c എന്ന് പറഞ്ഞ ടെസ്റ്റിനെ കൊണ്ട് സാധിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോ HbA1c എന്ന് പറഞ്ഞ ടെസ്റ്റിനെ കുറിച്ചാണ്. A1c എന്ന് പറയുന്ന ടെസ്റ്റ് എന്താണ്, ആരൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് കൃത്യമായിട്ടും ചെയ്യേണ്ടത്, ഇതിൻ്റെ നോർമൽ വാല്യൂസ് എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക് ടു Dofody. നമുക്ക് തുടങ്ങാം. HbA1c എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ എന്നും പറയും, ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് പറയും, ഇല്ലെങ്കിൽ വെറും A1c ടെസ്റ്റ് എന്ന് പറയും. അങ്ങനെ പലതരത്തിലുള്ള പേരുകളുണ്ട്. പ്രധാനമായിട്ടും ഈ ടെസ്റ്റ് ചെയ്യുന്നത് ഒരാളുടെ രക്തത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ കൺട്രോൾ എങ്ങനെയുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ടെസ്റ്റ് പേഴ്സൻറ്റേജിലാണ് വാല്യൂസ് തരുന്നത്. ഒരാളുടെ കഴിഞ്ഞ 3 മാസത്തെ, അതായത് 90 ദിവസത്തെ ആവറേജ് ബ്ലഡ് ഗ്ലൂക്കോസ് വാല്യൂ ആണ് ഈ ഒരു ടെസ്റ്റ് കൊണ്ട് നമുക്ക് കിട്ടുന്നത്. പ്രമേഹം കണ്ടുപിടിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റ് പലതരത്തിലുള്ള ഗുണങ്ങളും HbA1c ടെസ്റ്റിനുണ്ട്. നമ്മുടെ രക്തത്തിലുള്ള റെഡ് ബ്ലഡ് സെൽസ്, അതിന് ചുവന്ന റെഡ് കളർ കൊടുക്കുന്നത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പ്രോട്ടീനാണ്. ഇതേ ഹീമോഗ്ലോബിൻ ഉപയോഗിച്ചിട്ടാണ് രക്തം വഴി ഒരു സ്ഥലത്തുനിന്ന് ഓക്സിജൻ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. നിങ്ങൾ ഇതിനു മുമ്പേ ഹീമോഗ്ലോബിൻ കേട്ടിട്ടുണ്ടാവുക അനീമിയ അല്ലെങ്കിൽ വിളർച്ച ഉള്ള സമയത്താണ്. ഹീമോഗ്ലോബിൻ കുറഞ്ഞു പോകുന്ന അവസ്ഥയാണ് നമ്മൾ അനീമിയ എന്ന് പറയുന്നത്. നമ്മളുടെ രക്തത്തിലുള്ള ഗ്ലൂക്കോസും ഈ ഹീമോഗ്ലോബിനായിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ട്. രക്തത്തിൽ കൂടുതൽ ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ കൂടുതൽ അളവിൽ ഈ ഹീമോഗ്ലോബിൻ്റെ മുകളിൽ ഗ്ലൂക്കോസ് കോട്ടഡ് ആവും. അതിനനുസരിച്ച് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ്റെ അളവും കൂടി വരും. ആവറേജായി രക്തകോശങ്ങളുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 3 മാസമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രാവശ്യം HbA1c ടെസ്റ്റ് അല്ലെങ്കിൽ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ 3 മാസത്തിലുള്ള രക്തത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ ആവറേജ് വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. HbA1c എന്ന് പറയുന്ന ടെസ്റ്റ് നമ്മൾ കുറേ വർഷങ്ങളായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് DCCT അല്ലെങ്കിൽ ഡയബറ്റിസ് കൺട്രോൾ ആൻഡ് കോംപ്ലിക്കേഷൻ ട്രയൽ, ഈ ഒരു സ്റ്റഡി നടത്തിയതിന് ശേഷമാണ് HbA1cൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് കൃത്യമായിട്ടും മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ ഒരു ട്രയലിൽ നിന്നാണ് നമുക്ക് മനസ്സിലായത് HbA1c എന്ന് പറയുന്ന വാല്യൂ 6ൻ്റെ താഴേക്ക് നിർത്തുകയാണെങ്കിൽ പ്രമേഹം അല്ലെങ്കിൽ രക്തത്തിലുള്ള ഗ്ലൂക്കോസ് കൂടി നിന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവോ, അത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് വരാതെ നോക്കാൻ പറ്റുന്നുള്ളത് മനസ്സിലാക്കിയത്. അതിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ഡയബറ്റിക് ന്യൂറോപ്പതിയാണ്. അതായത് ഡയബറ്റിസ് കാരണം നെർവ്സിനെ ബാധിക്കുന്ന കണ്ടീഷനാണ്. ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറഞ്ഞാൽ പ്രമേഹം കാരണം കിഡ്നീനെ ബാധിക്കുന്ന കണ്ടീഷൻ. ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത് കണ്ണിനെയാണ് ബാധിക്കുന്നത്, റെറ്റിനാസിനെയാണ്. ഇത് മാത്രമല്ല, കൃത്യമായി HbA1c കൺട്രോൾ ലെവലിൽ നിർത്തുന്നവർക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ പോലും വരുന്നതിൻ്റെ ചാൻസസ് കുറവാണെന്ന് പല സ്റ്റഡീസിലും കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. ഇനി HbA1c ടെസ്റ്റ് നിങ്ങൾക്ക് എവിടെ നിന്നാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയാം. നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ലാബിൽ നിന്നും ചെയ്യാം. കൃത്യമായിട്ടുള്ള HbA1c ലെവൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ലാബ് NABL അംഗീകാരമുള്ള ലാബായിരിക്കണം, അല്ലെങ്കിൽ NABH അംഗീകാരമുള്ള ഹോസ്പിറ്റലായിരിക്കണം. ഫിംഗർ പ്രിക്ക് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഗ്ലൂക്കോസ് കണ്ടുപിടിക്കാം. അതേപോലെ കാപ്പിലറി ബ്ലഡ് ഉപയോഗിച്ചിട്ട് HbA1c ടെസ്റ്റ് ചെയ്യുന്ന മെഷീനും ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ ഇതിനേക്കാളും അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് നമുക്ക് ലാബിൽ നിന്നും ചെയ്യുന്ന HbA1cനാണ് കിട്ടുന്നത്. ഈ ടെസ്റ്റ് ചെയ്യാൻ ഫാസ്റ്റിങ്ങിൽ തന്നെ ബ്ലഡ് എടുക്കണമെന്ന് നിർബന്ധമില്ല, ഏത് സമയത്ത് വേണമെങ്കിലും എടുക്കാം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ ലാബിൽ പോയി നിന്ന് അവിടുന്ന് രക്തം എടുത്തതിന് ശേഷം തിരിച്ച് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് വീണ്ടും ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും HbA1c ടെസ്റ്റിനില്ല. മരുന്നൊക്കെ കഴിക്കുന്ന പ്രമേഹ രോഗികൾ 3 മാസത്തിൽ ഒരിക്കൽ ഈ പറഞ്ഞ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അല്ലാത്തവർക്ക് വർഷത്തിൽ 2 പ്രാവശ്യം വെച്ച് ചെയ്യുന്നത് ബെനിഫിഷ്യൽ ആണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇനി പ്രമേഹം ഇല്ലെങ്കിൽ പോലും ഈ ടെസ്റ്റ് ചെയ്യാം. കാരണം പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് കണ്ടുപിടിക്കാൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലഡ് ടെസ്റ്റാണ് HbA1c എന്ന് പറയുന്നത്. ഫിംഗർ പ്രിക്ക് ഉപയോഗിച്ച് ചെയ്യുന്ന HbA1c ടെസ്റ്റ് ചെയ്തിട്ട് പ്രമേഹം ഉണ്ടെന്ന് കൺഫേം ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അങ്ങനെ കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ വെയിനിൽ നിന്ന് ബ്ലഡ് എടുത്തിട്ട് ലാബിൽ നിന്ന് HbA1c ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇനി ഈ ടെസ്റ്റിൻ്റെ നോർമൽ വാല്യൂസ് പറയാം. 5.7% താഴെ കാണുന്നുണ്ടെങ്കിൽ പ്രമേഹമില്ല, നോർമൽ റേഞ്ച് എന്നാണ് പറയുന്നത്. 5.7 മുതൽ 6.4 വരെയാണെന്നുണ്ടെങ്കിൽ അത് പ്രീ ഡയബറ്റിസ് ആണ്. ഡയബറ്റിസിൻ്റെ തൊട്ട് മുമ്പത്തെ സ്റ്റേജാണ് പ്രീ ഡയബറ്റിസ് എന്ന് പറയുന്നത്. 6.5 അതിൻ്റെ മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ അത് ഡയബറ്റിസ് എന്നാണ് പറയുന്നത്. പ്രമേഹം ഉണ്ടോ ഇല്ലയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമല്ല, ഓൾറെഡി പ്രമേഹമുള്ള പേഷ്യൻസിന് അവരുടെ മരുന്നിന് ഡോസേജ് മാറ്റണോ വേണ്ടേ, ഇങ്ങനത്തെ പല കാര്യങ്ങളും ഡയബറ്റീസിൻ്റെ മോണിറ്ററിങ്ങിനും HbA1c ടെസ്റ്റ് നമുക്ക് യൂസ്ഫുൾ ആണ്. ഇനി ഈ ടെസ്റ്റ് എല്ലാവർക്കും ചെയ്യാം, പക്ഷേ ചില പ്രത്യേക തരത്തിലുള്ള കണ്ടീഷൻസ് ഉള്ളവർക്ക് HbA1c ടെസ്റ്റിനെ കൊണ്ട് വലിയ യൂസ് ഉണ്ടാവില്ല. കൃത്യമല്ലാത്ത വാല്യൂസും ഈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാം. അത് ആർക്കൊക്കെയാണെന്ന് പറയാം. ഒന്ന് സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉള്ളവർക്കാണ്. രണ്ടാമത്തത് തലസീമിയ, ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, രക്തം കയറ്റുന്നവർക്ക്, ലിവർ ഫെയിലിയർ ഉള്ളവർക്കും കിഡ്നി ഫെയിലിയർ ഉള്ളവർക്കും ഒക്കെ ഈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള വാല്യൂ കിട്ടിയെന്ന് വരില്ല. ഇങ്ങനെയുള്ള പേഷ്യൻസിന് HbA1c ടെസ്റ്റ് മാത്രം മതിയാവില്ല, അതിൻ്റെ കൂടെ
ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും അതല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ബ്ലഡ് ഷുഗർ വാല്യൂയും കൂടിയും ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇനി തെറ്റായി HbA1c വാല്യൂ ലോ ലെവലിൽ കാണിക്കുന്ന പല കണ്ടീഷൻസ് ഉണ്ട്. അതേതൊക്കെയാണെന്ന് പറയാം. ഒന്ന് ഹൈ ആൾട്ടിറ്റ്യൂഡ് ആണ്. നല്ല തണുപ്പുള്ള സ്ഥലത്തു നിന്നൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ടെസ്റ്റ് ചിലപ്പം ലോ കാണിക്കാം. പ്രഗ്നൻസിയിൽ HbA1c ടെസ്റ്റ് ലോ കാണിക്കാം. ഹെമറേജസ് അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഉള്ള ആൾക്കാർക്ക് ലോ കാണിക്കാം. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നവർക്ക്, എറിത്രോപോയിറ്റിൻ ഇഞ്ചക്ഷൻ, കിഡ്നി ഫെയിലിയർ, ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിനും കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉള്ളവർ എടുക്കുന്ന ഇഞ്ചക്ഷനാണ്. ഇത്തരത്തിലുള്ള ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്തും HbA1c ലെവൽ ലോ കാണിക്കാം. അനീമിയ അല്ലെങ്കിൽ വിളർച്ചയ്ക്ക് വേണ്ടി അയൺ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നവർ, ഹീമോളിറ്റിക് അനീമിയ അതായത് റെഡ് ബ്ലഡ് സെൽസ് പൊട്ടിയിട്ടുണ്ടാവുന്ന അനീമിയ, ക്രോണിക് കിഡ്നി ഡിസീസസ്, ലിവർ ഡിസീസസിലും ലോ വാല്യൂസ് കാണിക്കാം. സിക്കിൾ സെൽ ഡിസീസിലും സ്ഥിരമായി മദ്യപിക്കുന്നവർക്കും വിറ്റാമിൻ C സപ്ലിമെൻറ്റ്സ് ഹൈ ഡോസിൽ എടുക്കുന്നവർക്കും HbA1c ലെവലിൽ ലോ കാണിക്കാം. ഇനി തെറ്റായി ഫോൾസ് ആയിട്ടുള്ള ഹൈ HbA1c വാല്യൂസ് കാണിക്കുന്നതും അനീമിയസിലുണ്ടാവാം. പ്രത്യേകിച്ചും അയൺ ഡെഫിഷ്യൻസി അനീമിയയിലുണ്ടാവാം. ഇൻഫെക്ഷനെ കൊണ്ടുണ്ടാകുന്ന അനീമിയയിലുണ്ടാവാം. ട്യൂമർ അല്ലെങ്കിൽ ക്യാൻസറിനെ കൊണ്ടുണ്ടാകുന്ന അനീമിയസിലുണ്ടാവാം. ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയോ തലസീമിയ പോലത്തെ അസുഖങ്ങളോ ഇത്തരത്തിലുള്ള കണ്ടീഷനിലും HbA1c കൂടുതലുണ്ടാവാം. HbA1c ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആവറേജ് ആയിട്ടുള്ള ബ്ലഡ് ഗ്ലൂക്കോസ് വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. 6% ആണ് HbA1c എങ്കിൽ അതിൻ്റെ അർത്ഥം ആവറേജ് ബ്ലഡ് ഗ്ലൂക്കോസ് വാല്യൂ 126 ആയിരിക്കുന്നതാണ്. 8% ആണെങ്കിൽ ആവറേജ് ബ്ലഡ് ഗ്ലൂക്കോസ് 183 ആയിരിക്കും. 10 ആണെന്നുണ്ടെങ്കിൽ 240, 12 ആണെന്നുണ്ടെങ്കിൽ 298, 14 HbA1c എങ്കിൽ 355 ആയിരിക്കും ആവറേജ് ബ്ലഡ് ഗ്ലൂക്കോസ് വാല്യൂ എന്ന് പറയുന്നത്. HbA1c പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടെസ്റ്റാണ് ഫാസ്റ്റിംഗ് ഇൻസുലിൻ എന്ന് പറയുന്നത്. ഈ ടെസ്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ തീർച്ചയായിട്ടും കാണുക. വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാം. ഇനി നിങ്ങൾ HbA1c ലെവൽ നോക്കിയിട്ട് നിങ്ങളുടെ വാല്യൂ എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടേഴ്സുമായി ചർച്ച ചെയ്യാം. അതിനുവേണ്ടി ഡോഫോഡി ആപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഡോഫഡി ഒരു യൂട്യൂബ് ചാനൽ മാത്രമല്ല, ഒരു ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ആപ്പും കൂടിയാണ്. ആപ്പിൻ്റെ ലിങ്കും നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാം. ഇനി എനിക്കറിയേണ്ടത് നിങ്ങൾ അവസാനം നോക്കിയിട്ടുള്ള HbA1c ലെവൽ എത്രയായിരുന്നു, അത് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഏറ്റവും കൃത്യമായിട്ടുള്ള ഗ്ലൂക്കോസ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റിനെയാണ് കണ്ടിന്യൂസ് ബ്ലഡ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോ കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.